ആരും കടന്നു ചെല്ലാൻ ഭയക്കുന്ന ബസ്തർ വനമേഖലയിലേക്കുള്ള യാത്ര, ആ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. ഒപ്പം തന്നെ മോദി സർക്കാരിന്റെ ഓപ്പറേഷൻ സമാധാൻ നടപ്പിലാക്കിയതിലൂടെ ആയിരിക്കണം നമുക്ക് ഈ ഘട്ടത്തിലെങ്കിലും അവിടെ കടന്നു ചെല്ലാൻ സാധിച്ചത്, അല്ലേ ശ്രീകാന്ത്? രാഖി, നമ്മളിപ്പോൾ കണ്ടത് ദന്തേവാഡയാണ്. ദന്തേവാഡ എന്ന് പറയുമ്പോൾ അവരുടെ റെഡ് കോറിഡോറിലെ ഹോട്ട് ബെഡ് എന്നാണ് പറയേണ്ടത്. ദിനംപ്രതി എന്നോണം സുരക്ഷാ സൈനികരെ കൊലപ്പെടുത്തിയിരുന്ന നാടാണ് ദന്തേവാഡ. സാധാരണക്കാരെ കൊലപ്പെടുത്തിയിരുന്ന സ്ഥലമാണ് ദന്തേവാഡ. അതായത് അവരുടെ ജനതാ സർക്കാർ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ റെഡ് കോറിഡോറിലെ അതായിരുന്നു ഈ ദന്തേവാഡ എന്ന് പറയുന്നത്. അവിടേക്കാണ് നമ്മൾ കടന്നു ചെന്നത്. അവിടെ നമുക്ക് അങ്ങനെ ഇപ്പോഴും അതിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് നമുക്കങ്ങനെ കടന്നു ചെല്ലാൻ കഴിയില്ല. അതിൻ്റെ വസ്തുത അതാണ്. കാരണം അവിടെ നമ്മൾ കാണുന്ന ആളുകളിൽ പലരും മാവോയിസ്റ്റുകളുടെ ആളുകളായിരിക്കാം, ഇൻഫോർമർമാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മാവോയിസ്റ്റുകൾ തന്നെയായിരിക്കാം. ഗ്രാമങ്ങളിൽ നിന്നും നമ്മുടെ CRPF-ഉം അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ തന്നെ ഇവരെ ഓടിച്ച് വനത്തിനകത്തേക്ക് കയറ്റിയെങ്കിലും ഇവർ പലപ്പോഴും ഈ ഗ്രാമങ്ങളിലേക്ക് വരാറുണ്ട്. ഗ്രാമങ്ങളിൽ അവരുടെ സ്വാധീനം വീണ്ടെടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. ഒപ്പം തന്നെ അവിടെ മൈനുകൾ പാകിയ ശേഷമാണ് ഈ ഗ്രാമങ്ങളിൽ നിന്നും അവർ വിട്ടുപോയിട്ടുള്ളതും. ഏതെങ്കിലും തരത്തിൽ സൈന്യമോ മറ്റോ കോമ്പിങ്ങിന് വന്നാൽ അവരെ കൊല്ലാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയാണ് ഈ മൈനുകൾ പാകിയിട്ടുള്ളത്. അത്രയധികം രൂക്ഷമായ പ്രശ്നമുള്ള മേഖലയാണ് അത്. അവിടെ നമ്മളെ സഹായിച്ചത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാണ്. നമ്മൾ അയാളുമായി സംസാരിക്കുകയും നമ്മുടെ പരിചയം വെച്ച് അയാളുമായി സംസാരിക്കുകയും അതിനുശേഷം നമ്മളെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത്. നമ്മൾ അവിടെ അവരോട് പറഞ്ഞ കാര്യം, ഇവിടുത്തെ ഗ്രാമങ്ങളിൽ വലിയ പ്രശ്നമാണ് മാവോയിസ്റ്റുകളെ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് പുറത്തെ നറേറ്റീവ്. എന്താണ് വസ്തുത എന്നറിയുന്നതിന് വേണ്ടിയാണ് വന്നത്. പിന്നെ ഇവിടുത്തെ ടൂറിസം, എന്റർടൈൻമെന്റ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുക, അതിന്റെ കൾച്ചർ പുറത്തെത്തിക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് അയാളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്. ഒരു കാര്യം നമ്മളവിടെ കണ്ടത്, ഈ മാവോയിസ്റ്റുകൾ, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഒരു 100 കൊല്ലം പിറകിലേക്ക് അടിച്ചതിൻ്റെ എല്ലാ നേർക്കാഴ്ചകളും നമുക്കവിടെ കാണാൻ സാധിക്കും. ആദിവാസി ജനതയെ, അതായത് അവിടെ സ്കൂൾ പണിയാൻ സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 കൊല്ലമേ ആയിട്ടുള്ള അവിടെ പാലവും റോഡും സ്കൂളുകളും റേഷൻ കടയും അങ്ങനെ തുടങ്ങി മുഴുവൻ സാധനങ്ങളും വന്നിട്ട്, അതും കേന്ദ്ര സർക്കാർ ഇവന്മാർക്കെതിരെ ശക്തമായ നടപടി തുടങ്ങിയതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും തരത്തിൽ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിച്ചത്. നേരത്തെ ആണെങ്കിൽ ഇവർ റോഡുകൾ പണിതാൽ, പാലങ്ങൾ പണിതാൽ ബോംബ് വെച്ച് തകർക്കും. ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ചെന്നാൽ വെടിവെച്ച് കൊല്ലും. ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ, സർക്കാർ ജോലി കിട്ടി പുറത്തു പോവുകയും സർക്കാരിന്റെ ആളാവുകയും ചെയ്യുമെന്ന് വിചാരിച്ച് സ്കൂളുകൾ പൊളിച്ചു കളയും. റേഷൻ കട തുടങ്ങാൻ സമ്മതിക്കില്ല. ഒരു തരത്തിലും വികസനത്തിന്റെ വെള്ളി വെളിച്ചം കടന്നു ചെല്ലാൻ ഇവന്മാർ സമ്മതിക്കാതിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ ദന്തേവാഡയിലെ മിക്ക ഗ്രാമങ്ങളും. അവിടേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനും ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്താനും സാധിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, അതായത് ഇവന്മാർ കൊന്നു തള്ളിയവരുടെ കണക്ക് തന്നെ നോക്കിയാൽ നമുക്ക് ഞെട്ടലുളവാക്കും. 2000 മുതൽ 2025 വരെ 11,955 മനുഷ്യരെയാണ് ഈ രാക്ഷസക്കൂട്ടം കൊന്നു തള്ളിയത്. അതിൽ സിവിലിയൻസ് ഉണ്ട്, അതിൽ പോലീസ് ഉണ്ട്, CRPF ഉണ്ട്. അങ്ങനെ ഇത്രയധികം മനുഷ്യരെ കൊന്നു തള്ളിയവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ എന്നുള്ള കാര്യം പറയേണ്ടി വരും. പണ്ട് ഇവരുടെ കണക്ക് 10,000 കേഡർമാരും അതോടൊപ്പം തന്നെ 40,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ് അത് 1000 കേഡറുകളും 4,000 സിവിൽ മിലിഷ്യ ഗ്രൂപ്പും എന്ന രീതിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അതായത് ഇവരുടെ അന്ത്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ സമാധാനം നരേന്ദ്രമോദി സർക്കാരിനുമാണ് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും. എന്തായാലും ഛത്തീസ്ഗഡിലെ ഭയം ഭരിക്കുന്ന ഗ്രാമങ്ങളിലേക്കാണ് എസ് ശ്രീകാന്തും സംഘവും കടന്നു ചെന്നത്. അവിടെ നിന്ന് ലഭിച്ച അനുഭവങ്ങളും കണ്ട ഭയാനകമായ കാഴ്ചകളുമാണ് ശ്രീകാന്ത് പങ്കുവച്ചത്.